ഒതൻറ്റിക്കായിട്ട് നാടൻ സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിനായിക്കഴിഞ്ഞാലും ചെറിയ കുട്ടികളിലെ അമ്മമാർക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും ഇനി ജോലി കഴിഞ്ഞ് വന്ന് തിരക്കുള്ളവർക്കായിക്കഴിഞ്ഞാലും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ സ്റ്റൈൽ ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തത്, 750 ഗ്രാം. അപ്പം എല്ലോട് കൂടിയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 വെളുത്തുള്ളി ഇട്ടെടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി കളയാതെ ഞാൻ ഇട്ടെടുത്തത്. സ്മോൾ സൈസിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 10 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ പീസ് വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ, വലിയ അല്ലി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ അത് 5 പീസ് എടുത്താൽ മതി. ഇനി മിക്സിയുടെ പൾസ് ബട്ടനെ 1-2 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലികളെല്ലാം ഇങ്ങനെ അടർന്ന് കിട്ടും. ഇങ്ങനെ ഞാൻ വെളുത്തുള്ളിൻ്റെ തൊലി കളയില്ലേ എപ്പോഴും. അപ്പോൾ തൊലിയെല്ലാം നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി 2 പീസാക്കി എടുത്തതാണ്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നാടൻ ടേസ്റ്റിൽ എപ്പോഴും കറികൾ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു 3 ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 2 ഗ്രാമ്പൂ, ഒരു പട്ട, ഒരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഈ ടൈമിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിൽ ഇത് ക്രഷ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഞാനൊന്ന് ഫ്രഷ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ഉള്ളിയാണ് വേണ്ടത്. 3/4 കിലോ ബീഫിന് 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത്. അപ്പം അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇതേപോലെ 3 വേണ്ടത്. വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ഉള്ളിയും ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്താൽ, എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മിക്സിയുടെ പൾസ് ബട്ടന് ഒരു 4-5 പ്രാവശ്യം പൾസ് ചെയ്യുമ്പം തുടർച്ചയായി അരച്ചെടുക്കരുത്, ഉള്ളിൻ്റെ ഇത് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്രഷാക്കി എടുക്കണം. നിങ്ങളെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. കറികൾക്കെല്ലാം സാധാരണ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കൽ. കാരണം കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഉള്ളി തക്കാളിയെല്ലാം എടുത്ത് കളയുന്ന മക്കളുണ്ടാവില്ലേ, അപ്പോൾ അവർക്കെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ക്രഷാക്കി എടുത്ത 3 സവാളയും ഇതേ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കാം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി ഇതേ മിക്സിയുടെ ജാർ എടുക്കാം. തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തക്കാളി എടുത്താൽ, വലിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്ത്, ചെറുതാണെങ്കിൽ 3 എടുക്കാം. നാടൻ സ്റ്റൈൽ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ കത്തി വെച്ചിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടാണ് സാധാരണ തയ്യാറാക്കി എടുക്കൽ. മൺചട്ടിയിൽ വഴറ്റിയിട്ടും വിറകടുപ്പിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കൽ. ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അങ്ങനെ തക്കാളി എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 4-5 പ്രാവശ്യം പൾസ് ബട്ടനെ അമർത്തുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. 3 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക, എന്നാൽ നല്ലൊരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പിങ്കിഷ് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇങ്ങനെ വഴറ്റുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാക്കുക ബീഫിന്. വീഡിയോ ലെങ്തായി പോകുന്നുണ്ടോയെന്ന് അറിയില്ല, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ. സാധാരണ എല്ലാവരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും. അതിനുള്ള ടിപ്സും ട്രിക്കുകളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിങ്കിഷ് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട്
ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് വീഡിയോയിൽ പറയുമ്പം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 3/4 കിലോ 750 ഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ 500 ഗ്രാം ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല സ്പൈസസ് ആദ്യം ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇത് 1/2 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആദ്യം സ്പൈസസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ടുള്ള അളവുകൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഈ പൊടികളെല്ലാം ഏകദേശം ഒന്ന് ചൂടായിട്ടൊരു വറുത്തെടുത്ത മണം വരും. അപ്പോൾ ആ ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് വേവാനാവശ്യമായ വെള്ളം ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ബീഫ് വേവുന്ന സമയത്ത് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, കുക്കറിലാണെങ്കിൽ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടായത് കൊണ്ട് ഞാൻ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ബീഫ് സ്ട്രെയിനറിലൊന്നും ഇടാണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റും വെച്ചിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നന്നായിട്ട് ബീഫ് ആ ടൈമിൽ കുക്കായി വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ കുക്കറിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവി ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ ഒതൻറ്റിക് ടേസ്റ്റിലുള്ള നാടൻ ടേസ്റ്റിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ സ്റ്റൈലല്ലെങ്കിലും നാടൻ ടേസ്റ്റിന് കിട്ടും. കാരണം ഇതിൽ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചേർത്ത് കൊടുത്തത്. പുറമേ നിന്നുള്ള മസാലകളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വിറകടുപ്പും മൺചട്ടിയൊന്നും ഇല്ലാതെ നമ്മുടെ ഒതൻറ്റിക് ടേസ്റ്റിലുള്ള നാടൻ സ്റ്റൈൽ ബീഫ് കറി ഇവിടെ എളുപ്പത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.